ശബരിമല വിഷയത്തിൽ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുന്ന ഒരു രീതി സർക്കാരും CPM-ഉം പുലർത്തുന്നു. അതാണ് അത് മാത്രമാണെങ്കിൽ അതിലേക്ക് വരാം. മറ്റത് നമുക്ക് ആവശ്യമുണ്ട്, വേണമെങ്കിൽ അതിലേക്ക് പോകണം. അതായത് കോടിയേരിയുടെ ഇന്നലത്തെ പ്രസ്താവന അയ്യപ്പ ഭക്ത സംഗമത്തിൽ മാതാ അമൃതാനന്ദമായി പങ്കെടുത്തത് ശരിയായില്ല എന്നാണ്. അതിൻ്റെ ആകത്തുക അതാണ്. അത് ശരിയാണല്ലോ, ഞാനതിനെ പൂർണ്ണമായും പിന്താങ്ങുന്ന ഒരാളാണ്. എന്തുകൊണ്ടെന്നാൽ അയ്യപ്പ ഭക്ത സംഗമത്തിനകത്ത് നടന്ന പ്രസംഗങ്ങളുടെ സ്വഭാവം നിങ്ങൾ നോക്കണം. പ്രത്യേകിച്ചും സെൻകുമാറിൻ്റേത്. അവിടെ ന്യൂനപക്ഷത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ന്യൂനപക്ഷവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഭരണഘടനാ ഭേദഗതിയാണ് സെൻകുമാറിൻ്റെ ആവശ്യം. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, കേരളത്തിലെ പരിണതപ്രജ്ഞനായ ഒരു സാമുദായിക നേതാവ് കൂടിയായ അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചുകൊണ്ടൊരു അഭിപ്രായം പറഞ്ഞു, അതൊരു സവർണ സംഗമമായി എന്ന്. മാതാ അമൃതാനന്ദമയ്യെ സംബന്ധിച്ച് നമുക്കുള്ള ധാരണകളും പ്രതിച്ഛായയും ഇന്നലത്തെ ആ സംഗമത്തിലേക്ക് പോയതോടുകൂടി വലിയ മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, അവിടെ BJP-യെ പോലും ഇന്നലെ പങ്കെടുപ്പിച്ചിട്ടില്ല. അവരുടേതായ ആഭ്യന്തര കാരണങ്ങൾ കൊണ്ട് സംഘപരിവാറിന്റെ തീരുമാനം. അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനമാണ് ശ്രീ ചന്ദ്രൻപിള്ള. ഇപ്പോൾ കൃത്യമായൊരു നിലപാട്, ആ നിലപാടിന് വിരുദ്ധമായി ഒരു കൂട്ടായ്മയിൽ എത്തുമ്പോഴുണ്ടാകുന്ന പൊരുത്തക്കേട്, ഇതാണ് അങ്ങ് ഈ അയ്യപ്പ സംഗമത്തിലെ അമൃതാനന്ദമയുടെ സാന്നിധ്യവുമായി ചേർത്ത് വ്യാഖ്യാനിക്കാൻ നോക്കുന്നത്. നിങ്ങളൊരു മതിൽ പണിഞ്ഞല്ലോ, അതിൽ ആരെയൊക്കെയാണ് കൂട്ടിയത്? ഏതൊക്കെ തരക്കാരായിരുന്നു അവർ? അതിനു മുൻപും അതിന് ശേഷവും അവർ പറഞ്ഞത് എന്താണ്? പരസ്പര വിരുദ്ധം തന്നെയായിരുന്നു. പക്ഷെ നിങ്ങൾ അതിനൊരു വ്യാഖ്യാനം ചമച്ചു, നിങ്ങൾക്ക് മാത്രം ദഹിക്കുന്നത്. അത് ഈ നാടൊട്ടുക്ക് ദഹിക്കണമെന്ന് പറഞ്ഞുകൂടാ. നിങ്ങൾ നടത്തുന്ന ഒരു പരിപാടിയിലെങ്കിലും ഒരവകാശം എന്ന നിലയ്ക്ക് അത് അനുവദിച്ചു തരാം. മറ്റുള്ളവർ നടത്തുന്ന പരിപാടിയിലും എങ്ങനെയായിരിക്കണം അത്? ഏതൊക്കെ തരത്തിലുള്ള പൂർവാപര വൈരുദ്ധ്യം ഉണ്ടാകാൻ പാടില്ല? എങ്ങനെയായിരിക്കണം ഒരു കാര്യത്തിന് സമ്യക് സ്വഭാവം ഉണ്ടാകുന്നത്? ഇത് കയ്യിൽ വെച്ചാൽ മതി ശ്രീ ചന്ദ്രൻപിള്ള. അല്ലല്ല, അങ്ങനെയൊക്കെ അവസാന പ്രസ്താവന നടത്താൻ വേണു തയ്യാറാവുകയാണെങ്കിൽ അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മാധ്യമങ്ങളുടെ ധാർമ്മികതയ്ക്കകത്തും ആ പരിധിക്കകത്ത് നിൽക്കാൻ വേണുവും തയ്യാറാണ്. നമുക്ക് ശാന്തമായി ഏത് വിഷയത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് അഭിപ്രായം പറയാം. കയ്യിൽ വെച്ചാൽ മതി എന്നൊക്കെ പറയണമെങ്കിൽ ചർച്ചയ്ക്ക് ഒരാളെ വിളിക്കേണ്ടി വരും. അങ്ങ് കയ്യിൽ വെക്കണമെന്ന അർത്ഥത്തിലല്ല അത് പറയുന്നത്, ഒരു വാക്പ്രയോഗമല്ലേ അത്? പറയൂ, ഏത് വിഷയത്തെക്കുറിച്ചും ഒരു മുൻവിധിയുമില്ലാതെ നല്ല നിലയ്ക്ക് തുറന്ന ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണ്.